ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്ക അങ്കിയം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പുറപ്പെട്ടു. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്ര ബുധനാഴ്ചയാണ് സന്നിധാനത്തെത്തുക. മണ്ഡലപൂജയുടെ സമയത്ത് സന്നിധാനത്ത് ചെറിയ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 24 പറഞ്ഞു. ശ്രീജിത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ആചാരപ്പെരുമയോടെ ഈ ശ്രീ ചിത്രതിരുന്ന രാമവർമ്മ മഹാരാജാവ്, തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്രതിരുന്നാൾ രാമവർമ്മ സമർപ്പിച്ച 400-ലധികം കിലോ തൂക്കം വരുന്ന, പവൻ തൂക്കം വരുന്ന തങ്ക അങ്കിയാണ് ഇപ്പോൾ ഘോഷയാത്രയായി ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത്. ദേവസ്വം ഭാരവാഹികൾ നമ്മോടൊപ്പം ചേരുകയാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു ചടങ്ങ്? വളരെ ഭക്തിപൂർവമായ അന്തരീക്ഷത്തിൽ തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് ഇവിടെ നിന്ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും തുടക്കം കുറിച്ചിരിക്കുന്നു. ഏതാണ്ട് 74 ക്ഷേത്രങ്ങൾ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി, ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 25-ന് വൈകുന്നേരം 25-ാം തീയതി 1:30 മണിയോടുകൂടി പമ്പയിൽ എത്തിച്ചേരും. പമ്പയിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ഈ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കും. വൈകുന്നേരം 25-ന് വൈകുന്നേരം 6:30 മണിക്ക് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. 26-ാം തീയതി ആണ് മണ്ഡലപൂജ. 12 മണിക്കാണ് മണ്ഡലപൂജ നടക്കുന്നത്. അന്ന് രാത്രി 11 മണിയോടുകൂടി ഹരിവരാസനമ്പാടി നടയടയ്ക്കും. അപ്പോൾ അതോടുകൂടി മണ്ഡല പൂജ അവസാനിക്കുകയാണ്. പിന്നെ 30-ാം തീയതി വൈകുന്നേരം മകരവിളക്ക് മഹോത്സവത്തിനായി നട വീണ്ടും തുറക്കുകയും 14-ാം തീയതി ജനുവരി 14-ാം തീയതി മകരവിളക്ക് മഹോത്സവത്തിന് കൂടി സമാപിക്കുകയും. ഈ ഏറ്റവും ഒടുവിൽ അങ്ങേ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാതെ മാർഗ്ഗമല്ല അങ്ങയുടെ ടീമിനെ. കാരണം ഇത്തവണ കാര്യമായ തിരക്കുകളില്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. എങ്ങനെയാണ് അത് പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കുക? ഇതാരുടെ ദേവസ്വം ബോർഡിൻ്റെ മാത്രം മിടുക്കുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ഇതെല്ലാവരുടെയും, ബഹുമാന്യ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുതൽ എല്ലാ 24-ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കൂട്ടായ്മയുടെ ഒരു ഫലമാണിത്. എന്തായാലും പ്രശാന്ത് തുടരുക, അതിനൊപ്പം പോവുക. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.